നമസ്കാരം. ജീവനുള്ള പ്രാവുകളെ ഡ്രോണുകളാക്കി മാറ്റുന്ന ബയോ ഡ്രോൺ ടെക്നോളജി അവതരിപ്പിച്ചിരിക്കുകയാണ് റഷ്യൻ ന്യൂറോ ടെക്നോളജി കമ്പനിയായ നേറി. പക്ഷികളുടെ മസ്തിഷ്കവുമായി ഘടിപ്പിക്കുന്ന ചിപ്പുകളുടെ പ്രവർത്തനത്തിലൂടെയാണ് അവ ഡ്രോണുകൾക്ക് സമാനമായ ദൗത്യ നിർവഹണം നടത്തുക. നിലവിൽ ഈ സാങ്കേതിക വിദ്യയുടെ വിശദ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേറി കമ്പനി. പ്രാവുകളെ ഡ്രോണുകളാക്കി മാറ്റുമ്പോൾ ആളില്ലാ വിമാനങ്ങളെ പോലെ തന്നെ അവയുടെ പറക്കലിനെ മനുഷ്യ നിയന്ത്രണത്താൽ നിയന്ത്രിക്കാനാകും. ഇതിനായി നിയോഗിക്കപ്പെടുന്ന പ്രാവുകൾക്ക് പ്രത്യേക പരിശീലനമൊന്നും നൽകേണ്ടതില്ല എന്നും കമ്പനി അവകാശപ്പെടുന്നു. ഡ്രോൺ ദൗത്യങ്ങൾക്കായി പ്രാവുകളിൽ ചെറു ശസ്ത്രക്രിയയിലൂടെ ചിപ്പ് ഘടിപ്പിക്കും. അതോടെ ഇത്തരം പ്രാവുകളെ ഡ്രോൺ ദൗത്യങ്ങൾക്കായി വിനിയോഗപ്പെടുത്താം. അവയുടെ പറക്കൽ വേളകളിൽ ദൂരെ ഇരുന്ന് അവയെ നിയന്ത്രിക്കാനുമാകും. ചിപ്പ് ഘടിപ്പിച്ചാലും പ്രാവുകൾക്ക് സാധാരണ പോലെ ജീവിക്കാനാകുമെന്നത് ബയോഡ്രോൺ ടെക്നോളജിയുടെ ശ്രദ്ധേയ സവിശേഷതയാണ്. ഈ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്ന പ്രാവുകൾക്ക് സാധാരണ മെക്കാനിക്കൽ ഡ്രോണുകളെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്നാണ് നേറി കമ്പനി അവകാശപ്പെടുന്നത്. പ്രത്യേകിച്ച് പ്രവർത്തനത്തിന് ആവശ്യമായ സമയപരിധി, ദൂരപരിധി എന്നിവയുടെ കാര്യത്തിൽ സാധാരണ മെക്കാനിക്കൽ ഡ്രോണുകളെക്കാൾ ഗംഭീര പ്രകടനം കാഴ്ചവെക്കാൻ ബയോ ഡ്രോണുകൾക്കാകും. പക്ഷികളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചിപ്പിന്റെ സഹായത്താൽ പക്ഷികളുടെ മസ്തിഷ്കത്തിലെ ചില ഭാഗങ്ങളിൽ ഉത്തേജനം നൽകുകയും ദൗത്യ നിർവഹണത്തിനായി ആവശ്യമായ ദിശയിൽ പറക്കണമെന്ന ആഗ്രഹം പക്ഷികളിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. PJN-1 ബയോഡ്രോൺ എന്നാണ് ഈ സാങ്കേതിക വിദ്യക്ക് കമ്പനി നൽകിയിരിക്കുന്ന പേര്. ഈ സാങ്കേതിക വിദ്യ ഘടിപ്പിച്ച ഒരു പ്രാവിന് ദിവസം 498 കിലോമീറ്റർ വരെ പറക്കാനാവുമെന്നാണ് നേറി കമ്പനി വിശദീകരിക്കുന്നത്. മതിയായ സൂര്യപ്രകാശം ലഭിച്ചാൽ പ്രാവിന് ഒരാഴ്ച 2977 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാവുമെന്നും കമ്പനി പറയുന്നു. മറ്റു പക്ഷികളെ അപേക്ഷിച്ച് തടസ്സങ്ങൾ നീക്കി മുന്നേറാനുള്ള സ്വാഭാവിക കഴിവ് പ്രാവുകൾക്കുണ്ടെന്നാണ് നേറി കമ്പനി പറയുന്നത്. പറക്കൽ വേളകളിൽ ബയോഡ്രോൺ താഴെ വീഴാനുള്ള സാധ്യത ഒരു പക്ഷി താഴെ വീഴാനുള്ള സാധ്യത പോലെ തന്നെയാണെന്നും കമ്പനി പറയുന്നു. ഇത്തരം ബയോഡ്രോണുകൾ നഗരപ്രദേശങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ ഏറെ അനുയോജ്യമാണ്. പക്ഷിയുടെ പുറത്തു ഘടിപ്പിച്ച സ്റ്റിമുലേറ്ററുമായി ബന്ധിപ്പിച്ച ഇലക്ട്രോഡുകളാണ് ഈ സാങ്കേതിക വിദ്യയുടെ പ്രധാന പ്രവർത്തനകാതൽ. കൺട്രോളറിൽ നിന്ന് അയക്കുന്ന സിഗ്നലുകൾ ഇടത്തോട്ടും വലത്തോട്ടും പറക്കാനുള്ള പക്ഷിയുടെ ആഗ്രഹത്തെ വരുതിയിലാക്കുന്നു. അതിനാൽ തന്നെ അവയെ നിയന്ത്രിക്കാനും എളുപ്പമാകുന്നു. ബയോഡ്രോൺ സംവിധാനത്തിൽ GPS സംവിധാനം ഉള്ളതിനാൽ തന്നെ അവ ഘടിപ്പിച്ചിരിക്കുന്ന പക്ഷി പറക്കുന്നതിനിടെ അതിന്റെ തത്സമയ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനുമാവും. ഇത്തരത്തിൽ ഒരു കൂട്ടം പക്ഷികളെ നിയന്ത്രിക്കാനാവുമെന്നാണ് കമ്പനി പറയുന്നത്. നിലവിൽ ഈ സാങ്കേതിക വിദ്യ പ്രാവുകളിലാണ് പരീക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ ഏതു പക്ഷിയെയും ഇതിനായി ഉപയോഗപ്പെടുത്താനാകും. ഭാരമുള്ള വസ്തുക്കൾ വഹിക്കാൻ റാവൻ പക്ഷികളെ ഉപയോഗിക്കാൻ കമ്പനി പദ്ധതിയിട്ടിരിക്കുകയാണ്. അതുപോലെ കടൽ കാക്കകളെ തീരദേശ നിരീക്ഷണത്തിനായി ഉപയോഗിക്കാനാകും. ആൽബട്രോസ് പക്ഷികളെ മുഴുവൻ സമുദ്രമേഖല നിരീക്ഷിക്കാനും ഉപയോഗപ്പെടുത്താം. തങ്ങളുടെ ബയോഡ്രോൺ ടെക്നോളജി വിപുലീകരിക്കുന്നതിനെ സംബന്ധിച്ച് നേറി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സ്ഥാപകൻ അലക്സാണ്ടർ പനോവ് പറയുന്നു. ഒരു ബയോഡ്രോണിന്റെ ചിലവ് എന്ന് പറയുന്നത് സാധാരണയുള്ള ഡ്രോണുകൾക്കായി ചിലവഴിക്കപ്പെടുന്ന തുകയ്ക്ക് തുല്യമാണെന്നാണ് കമ്പനി വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ഈ പദ്ധതി അന്തിമഘട്ടത്തിലാണെന്നും വിദൂര നിരീക്ഷണങ്ങൾക്കായി താമസിയാതെ തങ്ങളുടെ ബയോഡ്രോണുകൾ വിന്യസിക്കുമെന്നും കമ്പനി പറഞ്ഞു. ആഗോളതലത്തിൽ ഇന്ന് ആളില്ലാ ആകാശവാഹനങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. എന്നാൽ ഇതാദ്യമായാണ് ജീവനുള്ള പക്ഷികളെ ഡ്രോണുകളാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യ സാധ്യമാക്കിയിരിക്കുന്നത്. പണ്ടൊക്കെ പ്രാവുകളെ ഉപയോഗിച്ചുകൊണ്ട് സന്ദേശങ്ങൾ അയക്കുന്ന രീതി നിലവിലുണ്ടായിരുന്നു. കാലം പുരോഗമിച്ചതോടെ പ്രാവുകളെ ഡ്രോണുകളാക്കി മാറ്റുന്ന അതിശയകരമായ ഒരു സാങ്കേതിക വിദ്യയാണ് നേറി കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായ ഇത്തരമൊരു ഗവേഷണ ഫലത്തിലൂടെ ഈ കമ്പനി ലോകശ്രദ്ധ ആകർഷിക്കുകയാണ്. അതിർത്തിക്കപ്പുറമുള്ള സ്ഥിതിഗതികളെ സംബന്ധിച്ച നിരീക്ഷണം, വിവരശേഖരണം, ആവശ്യ നേരങ്ങളിൽ ആക്രമണ ദൗത്യം മുതലായവയ്ക്കെല്ലാം ഇന്ന് ഡ്രോണുകൾ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. അതേസമയം ഇത്തരത്തിൽ വിന്യസിക്കപ്പെടുന്ന ഡ്രോണുകളെ തിരിച്ചറിയുന്നതിനും കണ്ടെത്തുന്നതിനും നശിപ്പിക്കുന്നതിനുമെല്ലാമുള്ള സംവിധാനങ്ങൾ ഇന്ന് വ്യാപകമായിട്ടുമുണ്ട്. എന്നാൽ ഇത്തരം ദൗത്യങ്ങൾക്കായി പക്ഷികളെ വിനിയോഗപ്പെടുത്തിയാൽ അവ അത്ര വലിയ സംശയത്തിന് ഇടവരുത്തുകയില്ല. അതിനാൽ തന്നെ ബയോഡ്രോണുകളെ ഉപയോഗപ്പെടുത്തിയുള്ള ദൗത്യ നിർവഹണം ഭാവിയിൽ വ്യാപകമായേക്കാം.
വാർത്തയുടെ നിറം തേടി തനിനിറം.